ഇന്ന് ചെറിയൊരു ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ അച്ഛൻ എന്താ പുറത്തിരുന്നിട്ട് ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറയാം, ഇതൊന്നും എടുക്കല്ലോ അമ്മു, ഞാൻ അങ്ങനെ ഫോൺ നോക്കുന്നതൊക്കെ എല്ലാവരും കാണില്ലേ. അതാണ് കേട്ടോ ആ മുഖത്തുണ്ടായിരുന്ന എക്സ്പ്രഷൻ. പിന്നെ ഞാൻ അവിടുന്ന് വേഗം സ്ഥലം വിട്ടു. വേഗം തന്നെ ഞാൻ ഹോളിലേക്ക് എത്തി. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പോവാണ്. ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കുകയില്ല എന്നും. ഇത് ഇന്നത്തെ ക്ലീൻ അച്ഛൻ വെറുതെ ഫോൺ നോക്കിയിരിക്കപ്പോ. കുറച്ചൊക്കെ സഹായിച്ചു കിട്ടാമോ. അതെ, നമ്മളപ്പുറത്തെ പുതിയ അടുക്കള ഉണ്ടല്ലോ മേലുള്ള കുക്കിങ്ങിന് ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നില്ലേ, അതൊക്കെ വൃത്തിയിൽ കഴുകി. അതെന്ന് വെച്ചാ പൊടിയൊക്കെ ആയിട്ടേ ഇപ്പൊ കൊറേ ദിവസമായില്ല ഇപ്പൊ നമ്മള് ഓണത്തിരക്കുകളും സദ്യ തിരക്ക് കായവറവ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു തെളിച്ചം എല്ലാവർക്കും. ഒന്നാമത് കാലുവേദനയും അമ്മയുടെ ചെരുപ്പ് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. ചെരുപ്പ് ഞാൻ അകത്ത് മാത്രം ഇടണ ചെരുപ്പ്, അങ്ങനത്തെ മുള്ളിന്റെ ചെരുപ്പാട്ടോ ഡോക്ടർ പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഒരു സ്റ്റീലിന്റെ സംഭവമൊക്കെ ഉണ്ട്, മാഗ്നറ്റ് പോലെ. കാലുവേനക്കൊക്കെ ഉള്ള ഒരു ചെരുപ്പ്. നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടുമ്പോ നല്ല നടക്കുമ്പോ നല്ലൊരു സുഖമുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും സോഫ തൊട്ടിട്ട് തുടങ്ങാം. മാളു കം കം. മാളു നമ്മളെ ഹെൽപ്പ് ചെയ്യൂട്ടോ. അതെ, ഞാൻ സഹായിക്കാം. അമ്മയും സോഫയുടെ കവറും ഒരു കമന്റ് മുത്തശ്ശി വായിച്ചെന്നുണ്ടായിരുന്നു, ഞാൻ കാണുക ചെയ്തിട്ടുണ്ടായിരുന്നു. സോഫയുടെ കവർ എവിടുന്ന അമ്മു വാങ്ങിച്ചത് എന്ന് വെച്ചിട്ട്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച തന്നെയാണ് കേട്ടോ. അപ്പൊ അതാ മുത്തശ്ശി എത്തി. മുത്തശ്ശി അവിടെ ആരാ കോണിംഗ് ബെൽ അടിച്ച്? അപ്പൊ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടേക്ക് ഞാൻ പൊന്നു വന്നപ്പോ ചോദിക്കുക വാങ്ങിയോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അപ്പൊ അവർക്ക് തന്നെ ഈ വര കൊടുക്കാനാണ്, അതിന് ചിലവാറ് ഒന്നും ഇല്ല, വര കഴിഞ്ഞു. കായ ഉണ്ടെങ്കിൽ ഞാൻ വറുത്ത് തന്നിരുന്നു പറഞ്ഞു. കായനെ എനിക്ക് വാങ്ങിട്ടൊക്കെ പാടും. അതെ അതെ, കുഞ്ഞാവല്ലേ അതവിടെ വെക്കട്ടെ. അവനൊക്കെ അപ്പുറത്തുണ്ട്. കുഞ്ഞാവയുടെ പരിപാടികളാണ് അതൊക്കെ. നല്ല ഭംഗിയാക്കി തന്നിട്ട് മൊത്തം ക്ലീനാക്കി ഇതൊക്കെ നീക്കിയിട്ടൊക്കെ വൃത്തിയാക്കണം. അതെ, അപ്പൊ വൃത്തിയാക്കുമ്പോ താക്കോല തുടങ്ങിണ്ടോ നോക്കൂലേ. മുത്തശ്ശി സെറ്റും കൊണ്ട് കാണിക്കൂ. പാട്ടുമാഷ് അല്ല, അത് നമ്മൾ ആ മറ്റേ ഫോണിലെടുത്ത, അതുകൊണ്ട് അത്ര കാണിക്കാൻ പറ്റില്ല. കാണിക്കൂ. പാട്ടുമാഷ് മുത്തശ്ശിക്ക് ഓണക്കോടി ഗിഫ്റ്റ് തന്നതാണ്. ഭംഗിയില്ലേ? എനിക്ക് നല്ല ഇഷ്ടായിട്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പൊട്ട് മാത്രല്ല, പ്ലസ് ഈ ഒരു ഡിസൈനും ഇവിടെ വരുവണ്ടേ. മുത്തശ്ശീനെ വെച്ച് നോക്കൂ. നല്ല രസമുണ്ട് കാണാൻ, സൂപ്പർ. അതെ, മാഷ അമ്മയും ഇവിടെ വന്ന് മുത്തശ്ശിക്ക് ഓണക്കോടി കൊടുത്ത് പോയതാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിക്കോരുവാ. അതെ പ്രതീക്ഷിച്ചിരിക്കാലോ. അതെ അതെ, മുത്തശ്ശിക്ക് അപ്പൊ ഭയങ്കര ഇഷ്ടാ. അതെ, അല്ലേ മാഷ അമ്മയ്ക്ക് പാവം നടക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ 3-4 കൊല്ലായിട്ടുള്ള ഇഷ്ടല്ല. അതെ അതെ, ഞാൻ ചേച്ചി 3-4 കൊല്ലായിട്ട് എന്നെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞപ്പോഴേ. അതെ അതെ, പാട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴുള്ള ഞാൻ 4ാം ക്ലാസ് പഠിക്കും, 5-ല് അങ്ങോട്ട് പോയിണ്ടോ? പാട്ട് പഠിക്കാൻ തുടങ്ങിയത് 3 വയസ്സിൽ പാട്ട് പഠിക്കാൻ തുടങ്ങി. മാഷടുത്തേക്ക് 5ാം ക്ലാസ് ഒക്കെ ആവുമ്പോ തരകൻ സ്കൂളിൽ പഠിക്കുമ്പോ. അത് വിദ്യാനികേതനല്ലേ? അതെ, അല്ലേ, പക്ഷെ 4ാം ക്ലാസ് അല്ല. ടീച്ചറ് ശ്രീദേവി ടീച്ചറെ അടുത്തുനിന്ന് പോരുമ്പോ അതെ, അത്രേ. ബാക്കി 1ാം ക്ലാസ് തൊട്ടേ പാട്ടുമാഷായിരുന്നു. ഏയ്, മാഷ് അത് കാണുന്നുണ്ടെങ്കിൽ മാഷ് ഒന്നേ കമന്റ് ചെയ്യൂട്ടോ. ഇല്ല കേട്ടോ. അപ്പൊ അതാ മാഷിന്റെ വകയുള്ള ഓണക്കോടി നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പാട്ട് മാഷെടുത്തോ? മാഷെടുത്ത് കീർത്തനം തൊട്ടാണേ. അപ്പൊ ശ്രീദേവി ടീച്ചർ അടുത്തുനിന്ന് അത്രയും ആവണ്ടേ, ഗീതവും വർണ്ണൊക്കെ കഴിയണ്ടേ, മനസ്സിലായോ? അപ്പൊ 4ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. മാഷടുത്തേക്ക് എത്തിയപ്പോ തരകൻ സ്കൂൾ എത്തി. അതതെ, അല്ല അത് ശരി തന്നെ, ടീച്ചർ തന്നെ എഴുതി തരല്.
തരില്ല. അപ്പൊ നഴ്സറിയിൽ പഠിക്കും. ഇവിടെയാണ് ആദ്യമായിട്ട് പാട്ട് പാടിയത്. എവിടെ? അമ്മാവുള്ളപ്പോ ആ ടീച്ചർ പഠിപ്പിച്ചിട്ട് ആ അത് ലളിതഗാനം പോലെ ആ അതായിരുന്നു ആ അണ്ണന്റെ പാട്ട്. ആ ആ അത് എത്ര ചെറിയ വയസ്സാണേ. ആ അന്ന് താരകൻ സ്കൂൾ ആയിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ല അതല്ല, മാഷടത്തേക്ക് എത്തിയപ്പോഴേക്ക് 5ാം ക്ലാസ് ആയിരുന്നു. ആ മാളിത് ഒന്ന് കുഞ്ഞാവെ പൊട്ടിച്ചിട്ട് വരികയാണോ? അല്ല അല്ലേ? ആ അതെ അതെ, കാരണം സദ്യയുടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ? ആ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി വന്ന. അതെ നന്നായി. 8 നായ്ക്കളോ? ഒന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ഇന്ന് തുടങ്ങിക്കോളൂ. അതെ ഒരു നായയുടെ മുഖം കണ്ട കൂട്ടന്റെ മുഖം പോലെ. ആ ആ അതെ അതെ എന്താ കണ്ടുവോ? ഇതൊക്കെ നമ്മളെ കുഞ്ഞാവയുടെ പരിപാടിയാണ് ഇതൊക്കെ. ഇന്നലെ ആ അതെ അത് നല്ല ആ മണ്ടില്ലേ പച്ച നല്ല ഭംഗിയുണ്ട്. ശശിയുടെ ഇന്റെ വക ഓണക്കോടി. ആ ആ ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. കുട്ടൂനെ കാണിച്ചു, പക്ഷെ വീഡിയോ ഇനി ഇട്ടിട്ടില്ല. വീഡിയോ എടുത്ത് വെച്ചോ. ഫുൾ കൂടാ കച്ചറയാണ് ഇവിടെ. ആ ആ ആ അതൊക്കെ അതിലിട്ട് വെച്ചോളൂ. അതെ ആ അവിടുത്തെ പൂക്കളൊന്ന് കാണണം. പ്രത്യേക കൊട്ട കണ്ടപ്പോൾ ഓർമ്മ ആ പൂക്കള് അല്ലേ? പൂക്കളൊക്കെ പൂക്കൾ ചെറുതായി അരിഞ്ഞിട്ട് ഡിസൈനൊക്കെ വരച്ചിട്ടൊക്കെയാണ്. പ്രത്യേക ഡിസൈനാണ്. നല്ല ഭംഗിയിലായിരുന്നു കാണാൻ. അന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് പോണം. ആ ശരിയാ. ഛേ അത് മറന്നു. ആ ഉണ്ടായില്ലേ, അറിഞ്ഞില്ലേ, അതാ പറ്റിയ. ആ അല്ല ഇനി മാവേലി എപ്പളാ വരിക? രാത്രിയല്ലേ വരിക? അതെ നാളെ വരിക. ഉത്രാടത്തിന് വരിക? അല്ല ചിലപ്പോ ഇന്ന് വരുന്നുണ്ടാവും. ആ കഴിഞ്ഞ കൊല്ലം മാവേലി എന്നപ്പോ മുത്തശ്ശി അറിയാണേ ഇതെന്താ തടിയില്ലാത്ത മാവേലിയാണല്ലോ എന്ന്. മാവേലി ആ മാവേലിനോട് പറയാ കുറച്ച് വയറൊക്കെ കുറഞ്ഞല്ലോ എന്ന്. ഇപ്രാവശ്യം മാവേലി വരുമ്പോ നമുക്ക് വീഡിയോയില് കാണിക്കാട്ടോ ഇവിടുത്തെ മാവേലി എങ്ങനെയാന്ന്. ആ അതെ 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 ആ ശരിയാ. ആ കഴിഞ്ഞ കൊല്ലം തന്നെ തീരെ ക്ലിയർ ഉണ്ടായില്ല നമുക്ക്. ഇവിടെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മള് എവിടെ ഇനി അടുത്ത പോണേ? ആ അടുക്കളയുടെ ഇപ്പത്തെ അവസ്ഥ കാണിച്ചരാ. ഇങ്ങനെ ഒരു അടുക്കള കണ്ടിട്ടില്ല. ഫ്രിഡ്ജിന് എന്താ പറ്റിയ? ആ ഫ്രിഡ്ജൊക്കെ കുറച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ വൃത്തിയായിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ വലിയച്ഛനാ വൃത്തി ഉണ്ടാവുക. അതെ ഓ ഇതാ നമ്മുടെ ക്രംബ്രീന്റെ യോഗട്ടാണ് കേട്ടോ. അത് വാട്ടൈറ്റിനിടയ്ക്ക് മുത്തശ്ശിക്ക് അങ്ങനെ വാങ്ങിക്കൊടുക്കണാണ്. പിന്നെ നമ്മള് ക്രംബ്രിയുടെ യോഗട്ടാണ് അല്ലാതെ വാങ്ങുക. ആ അത് രസമുണ്ട് മാള്. എന്നാ പിന്നെ ഒതുങ്ങിയിരുന്നോളൂ. അതാ വരുന്നോ. ഇതിലെന്തെങ്കിലൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ടാവും കേട്ടോ. ആപ്പിൾ ആരാമ്മേ കടിച്ചു വെച്ചത് ഇതില്? അയ്യോ ആപ്പിളിന്റെ അവസ്ഥ നോക്കുങ്ങള്. ആ ഇതൊക്കെ ചീഞ്ഞത് കളയാൻ വേണ്ടി വെച്ചതാ. ആ ഓക്കെ 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 ഞാൻ ഞെട്ടിപ്പോയി. ആ പച്ചക്കറിയൊക്കെ ഇതിലാണ്. മത്തൻ എന്താ ഇവിടെ ഉണ്ട്. ഇത് ദോശമാവാണ് കേട്ടോ. നമ്മളൊരു 4-5 ദിവസത്തേക്കൊക്കെ ഉള്ള ദോശമാവ് അരച്ചു വെക്കും. പിന്നെ ഇതാ മുളക്. മുളക് ഇതേപോലെ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാണ്ടല്ലോ 2 മാസം വരെ പൂപ്പലൊന്നും വരാതെ
ഇരിക്കും. ഇതെന്താ? നമ്മുടെ മൊസംബി. ഈ മേലെ എന്തൊക്കെയാന്ന് കാണിക്കാട്ടോ. മേലെ ഇപ്പോൾ ഒക്കെ ക്ലിയർ ആക്കി. നമ്മുടെ നന്ദിനിയുടെ പാല് 4-5 ഉണ്ടാവാറുണ്ട്. ഒന്നവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ എസെൻസുകളാണ് കേട്ടോ. നമുക്കിങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ കളർ എന്തെങ്കിലും വേണമെങ്കിലോ എന്ന് വെച്ചിട്ട്. പിന്നെന്താ ബേക്കിംഗ് പൗഡർ, പിന്നെ ബദാം മിൽക്ക് ഷേക്ക് പൗഡർ, ഇതാ പിന്നെ ഇങ്ങനെ ഓരോ സാഷേ പാക്കറ്റും കസൂരി മേത്തിയും. ഇത് അയമോദക അല്ല, ഇത് നമ്മളുടെ ഇത് ഒരിഗാനോ, പിന്നെ 2 ബട്ടർ, ചീസ് ചീസ് കഴിച്ചപ്പോഴേക്കും മറ്റേ 2 താഴെ വീണു. പിന്നുള്ളത് ഫ്രഷ് ക്രീമിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. ഇതാണ് അച്ഛൻ്റെ കൽക്കണ്ടം, സ്പെഷ്യൽ കൽക്കണ്ടാണ്. 2 ബട്ടർ എപ്പോഴും ഉണ്ടാവും കേട്ടോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ. ഇത് ചോക്ലേറ്റ് സിറപ്പ്, പിന്നെ സോസുകൾ 2-3 സോസ്, ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അല്ല, ഇത് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചത് തന്നെ. പൊട്ടറ്റോ ഇരിക്കണോക്കോ. അത് ആ പിയേഴ്സ് വാങ്ങിച്ചതിന്റെ കൂടെ കിട്ടിയതാ. കുഞ്ഞാവ അമ്മേന്റെ ബാക്കിൽ നിന്ന് കളിക്കുക. അമ്മയുടെ എന്താ തത്തമ്മയോ? ഞാൻ ചെയ്യുന്നവളെ മറ്റേ തത്തമ്മല്ലോ. അത് എവിടെ? അതോടെ. ഇത് നമ്മളെ കൊറിയർ DTDCയുടെ കുറെ ബില്ലുകളും ഇവിടെ ഒക്കെ. ഇതൊക്കെ നോക്കാം, എല്ലാം പൊടി പിടിച്ചിട്ടുണ്ട് ഇപ്പൊ. ഹലോ ഗായ്സ് എന്നാ പറയണ ഇപ്പൊ കുഞ്ഞാവ. ഈ സോഫ ആയോണ്ട് സുഖ, കാരണം കൊറേ പീസുകളായോണ്ടേ നമുക്ക് നീക്കാനും ബുദ്ധിമുട്ടില്ല. അതെ അതെ. ആദ്യം എനിക്ക് തോന്നുന്ന വിരികളൊക്കെ ആദ്യം മാറ്റാം എല്ലാത്തിൻ്റെയും. ഈ മുടിയിലിടുന്ന ബൺസ് ഫുള്ള് കൊണ്ടേ കളയാണ് ഇവര്. ഇതാ ഈ വിരികളൊക്കെ ആദ്യം മാറ്റിയാലേ നമുക്ക് പിന്നെ സുഖമായിട്ടത് ചെയ്യാം. ബീൻ ബാഗിലിടാട്ടോ. അത് നമ്മളിപ്പോ 2-3 ദിവസമായിട്ട് ഈ ഒരു തിരക്ക് തന്നെ ആയോണ്ടേ. അച്ചോളുടെ ആണത്. ഇവിടെ ശരിക്കും ഈ ഭാഗത്തൂടെ ലൈറ്റ് വേണം അല്ലേ? എന്നാ കുറച്ച് 4 അല്ലെങ്കിൽ മറ്റേ ശരി, എവിടെ ഉണ്ട് അല്ലേ? ഇനി ഒന്ന് ഇടണം ഒരു ലൈറ്റ്. ഹോളില് ലൈറ്റ് കുറവാ. ഇന്നലെ കുട്ടു അമ്മയ്ക്ക് വേണ്ടിട്ട് സ്റ്റുഡിയോ പോയപ്പോ കാജൽ വാങ്ങിച്ചോണ്ടതാ. എന്നിട്ട് അതെവിടെ കാജൽ? ഉഷാറായി. ഇവിടെ ഒന്നാതെ നമ്മള് ഇനിയൊക്കെ ഭംഗിയാക്കി ചെയ്യണം. അപ്പൊ അത് മിസ്സിങ് ആണ്. ഇത് മാളൊന്ന് പൊട്ടിച്ചോണ്ടെന്നാ അമ്മ ചീനമുളകൊക്കെ. എന്നാ അതന്നെ പറഞ്ഞേ, അമ്മ കുളിക്കണ സമയത്ത് ഞാൻ അച്ചോളക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. ഇന്ന് ഫുൾ ക്ലീനിങ് ഡേ ആണ്. നാളെ നമുക്ക് സദ്യവട്ടങ്ങൾ ഒരുക്കാനുണ്ട്. നാളെയാണല്ലേ അമ്മ നമ്മൾ സദ്യവട്ടങ്ങൾ ചെറുതായിട്ടൊക്കെ അല്ലേ ഉള്ളൂ. മത്തൻ എലിശ്ശേരി, മോളോഷ്യം, പെരട്ടുപ്പേരി, അങ്ങനെയൊക്കെ വടുകപ്പുളിയും പുളിയിഞ്ചിയും അതൊക്കെ ഉണ്ടല്ലോ. മുത്തശ്ശി പെരട്ടുപ്പേരി എന്ന് പറയല്. അതെ. നമുക്കത് നല്ല ഇഷ്ടാട്ടോ. അവിടെ എല്ലാവർക്കും ഇഷ്ടമായി പോയി. ഇഷ്ടം കുറച്ച് കൂടി പോയി. അപ്പൊ നീ എല്ലാവർക്കും നീ ബായ് കൊടുക്കാം. കൊറേ നേരമായില്ലേ. ഇനിയിപ്പോ ഇത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും സമയം കുറെ വൈകും. അപ്പൊ നമുക്ക് വീഡിയോ ഇടാനും ലേറ്റ് ആവും. അതെ. അപ്പൊ അതുകൊണ്ട് ബൈ.